PSC പരീക്ഷയുടെ ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. 19/8 യൂണിവേഴ്സിറ്റി LGS അടക്കമുള്ള പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ടം പരീക്ഷ നടന്നു കഴിഞ്ഞല്ലോ. അതില് 20 ചോദ്യങ്ങൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. അതില് 20 ചോദ്യങ്ങളാണ് കണക്കിൽ ഉണ്ടായിരുന്നത്. ഈ 20 ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഒന്ന് ചെയ്ത് പഠിച്ചാലോ. ഈ 20 ചോദ്യങ്ങളും ഒറ്റ പാർട്ടായിട്ടല്ല, 4 പാർട്ടായിട്ട്, ഓരോ പാർട്ടിലും 5 വീതം ചോദ്യങ്ങളായിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കാണുക. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 27:3 ആണെങ്കിൽ 512 എത്രയാണ്? ഇവിടെ ഓപ്ഷൻ 8, 6, 10, 12 ഇങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ കഴിയണം. ഇവ തമ്മിൽ പല ബന്ധമുണ്ട് അല്ലേ. 27:3 എന്നാണെങ്കിൽ 3 ഗുണിക്കണം 9 27 പിന്നെയോ 3 ഘാതം 3 27 പിന്നെ 3 + 24 27 ഇങ്ങനെ പല ബന്ധങ്ങളും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആലോചിക്കാനാവും അല്ലേ. ഈ ഓപ്ഷൻസിൽ ഇതില് ഏതാണ് യോജിക്കുക എന്നാണ്. 3 ഗുണിക്കണം 9 27 എന്നാണെങ്കിൽ 8 ഗുണിക്കണം 9 512 അല്ല, 6 ഗുണിക്കണം 9 10 ഗുണിക്കണം 9 12 ഗുണിക്കണം 9 512 കിട്ടുമോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ അത് കിട്ടില്ല. പിന്നെ 3 ഘാതം 3 27 ഉണ്ട്. 3 ഘാതം 3 27 ആണെങ്കിൽ ഇങ്ങനെ ഘാതം വരുന്ന 512 കിട്ടുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. 8 ഘാതം 3 നോക്കണം, 6 ഘാതം 3 നോക്കണം, 10 ഘാതം 3 നോക്കണം, 12 ഘാതം 3 നോക്കണം. 10 ഘാതം 3 1000 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 12 ഘാതം 3 അതിൽ കൂടിപ്പോവും അല്ലേ. അപ്പൊ ഇതിൽ കുറവുള്ള ഏതൊരു സംഖ്യ, ഒന്നുകിൽ 8 ഘാതം 3 അല്ലെ 6 ഘാതം 3. 6 ഘാതം 3 എത്രയാ? 36 ഗുണിക്കണം 6 216 ആണ്. അതല്ല. പിന്നെ 8 ഘാതം 3 നോക്കാം. 8 ഗുണിക്കണം 8 ഗുണിക്കണം 8 8 8 64 ഗുണിക്കണം 8 എത്രയാ? 8 4 32 3 ബാക്കി 6 8 48 3 512. ഇത് ശരിയായി വരുന്നത്. അപ്പം ഈ രീതിയിൽ ബന്ധപ്പെടുത്താവുന്ന, അതായത് 3 ഘാതം 3 = 27 എന്ന രീതിയിൽ ബന്ധപ്പെടുത്താവുന്ന 512:8 ഇവിടെ നമുക്ക് കിട്ടും. ഓപ്ഷൻ എ. ഈ പാർട്ടിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 750 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? ചോദ്യം മനസ്സിലായല്ലോ. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? അപ്പൊ റസിയ കൊടുത്ത ഏതൊരു പൈസ, അതിനെന്ത് കിട്ടി? 6% കിഴിവ്, ഡിസ്കൗണ്ട് കിട്ടി. ആ ഡിസ്കൗണ്ട് കിട്ടിയ തുക ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എത്ര രൂപയാണ് കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം. കൊടുത്തതിന് ഈ 4 ഓപ്ഷൻസിൽ ഏതുമാകാം. എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? 12,220-നെ 6% കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടണം? 750 കിട്ടണം. ഇതാണ് ഉത്തരമെങ്കിൽ 13,000 ഗുണിക്കണം 6/100 = 750 കിട്ടണം. ഓക്കെ. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള, ഏതായാലും ഇവിടെ /100 വന്നിട്ടുണ്ടല്ലോ. /100 വരിക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിക്കുക അല്ലേ. ഇതിനെയും 100 കൊണ്ട് ഹരിക്കണം, ഇതിനെയും 100 കൊണ്ട് ഹരിക്കണം, ഇതിനെയും 100 കൊണ്ട് ഹരിക്കണം, ഇതിനെയും 100 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടണം? 750 കിട്ടണം. അങ്ങനെ കിട്ടാനുള്ള സംഖ്യയാണ്.
6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 78 കിട്ടുക? 6 13 78 ആണ് അല്ലേ? അപ്പൊ 13 വരുന്ന സംഖ്യയാണ് ഉത്തരം. 13 വരുന്ന രണ്ട് സംഖ്യ എന്തോ, ഒന്ന് ഇതും ഒന്ന് ഇതും. 13,000 1300. ഇതിൽ ഏതോ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഇതാണെന്ന് സങ്കല്പിക്കുക. 1300 6/100. ഈ രണ്ട് പൂജ്യവും വെട്ടി 6 13 78 ഇതിന് കിട്ടും. 750 കിട്ടൂല. 750 കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പൂജ്യം കൂടി വേണം. അങ്ങനെ ഒരു പൂജ്യം കൂടി ഉള്ള എവിടെയാ? ഇതാണ് അല്ലേ? 13,000. 2 പൂജ്യം വെട്ടി 6 13 78. ഇവിടെയുള്ള പൂജ്യം കൂടി ചേർത്തു. ഉത്തരം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? 750. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിച്ച് ഏത് സംഖ്യ എന്നൊക്കെ ആലോചിച്ച് നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടാതിരിക്കുക ചെയ്യാം. ഈ 4 ഓപ്ഷൻസ് എടുത്തിട്ട് ഇതിന് പാകമാകുന്ന സംഖ്യ ഏതാണെന്ന് ആലോചിക്കുക. ഓക്കെ, അതാണ് ഇതിന്റെ ഉത്തരം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ തന്നെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വേഗതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഒരു കാറിന്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? 1 മിനിറ്റിനുള്ളിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? ഇതാണ് ചോദ്യം. മിനിറ്റിന്റെ കാര്യമാണ്. ഇവിടെ തന്ന എന്താ? 84 km/മണിക്കൂർ. മണിക്കൂറിലെ ശരാശരി വേഗതയാണ് തന്നിട്ടുള്ളത്. അതെന്താക്കി മാറ്റണം? ഈ മണിക്കൂർ മിനിറ്റ് ആക്കി മാറ്റണം. മിനിറ്റ് ആക്കാൻ എന്താ വഴി? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 മിനിറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെയാ മിനിറ്റിലാക്കി മാറ്റുക? ഈ മണിക്കൂറിനെ നമ്മൾ 60 മിനിറ്റ് ആക്കി മാറ്റുക അല്ലേ? അങ്ങനെ വരുമ്പോ 84നെ 60 കൊണ്ട് ഹരിക്കുക. 84 km/60 മിനിറ്റ്. പക്ഷെ എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ മീറ്റർ ആക്കി മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ ആണ്. എങ്കിൽ 84 കിലോമീറ്ററോ? 84,000 മീറ്റർ. 84,000 മീറ്ററിനെ 60 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഇതും വെട്ടില്ലേ? 84നെ 6 കൊണ്ട് ഹരിച്ചൂടെ? നിശേഷം എത്ര കിട്ടും? 14 6 84. ബാക്കി ഇവിടെ 2 പൂജ്യം ഉണ്ട്, അത് ഇവിടെ ഇട്ടു. എന്ത് കിട്ടി? 1400 മീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വർഗ്ഗമൂലം കാണാനുള്ള ഒരു ചോദ്യമാണ്. റൂട്ട് ഓഫ് 1764 സമം എത്രയാണ്? അതിന്റെ ഓപ്ഷൻസ് ആയി ഉത്തരം ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ടല്ലോ. 22 28 38 42 അല്ലേ? എങ്ങനെയാണ് ഒരു നോട്ടത്തില് ഈ ഓപ്ഷൻസിൽ ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക? അതായത് ഇതിന്റെ സങ്കീർണമായ ആ വർഗ്ഗമൂലം കാണാനുള്ള വഴിയെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു നോട്ടത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, റൂട്ട് ഓഫ് 1764. 1764നെ നമ്മൾ ഈ 2 അക്കങ്ങൾ ചേർന്നുള്ള ഗ്രൂപ്പാക്കി മാറ്റുക. മനസ്സിലായില്ലോ? ഇപ്പൊ 64 2 അല്ലേ? അത് കഴിഞ്ഞു ഒരു പാർട്ട്. വീണ്ടും ഈ പാർട്ടിൽ 2 അക്കം ഉണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു പാർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതായത് 2 അക്കങ്ങൾ അങ്ങനെ. ഇവിടെ പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ 2 അക്കം കിട്ടി, ഇവിടെ 2 അക്കം കിട്ടി. ഇതിന്റെ ആദ്യത്തെ അക്കം ഏതാ? 17. 17ന്റെ തൊട്ട് ചുവടെയുള്ള ഒരു വർഗ്ഗസംഖ്യ ഏതാണ്? അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണല്ലോ വർഗ്ഗസംഖ്യ അല്ലേ? അതേതാ?
17 തൊട്ട് താഴെയുള്ളത് 16. 16 ഏത് സംഖ്യന്റെ വർഗ്ഗ? 4ന്റെ വർഗ്ഗമാണ് അല്ലേ? 4 ഗുണിക്കണം 4. അപ്പം നമുക്ക് ചെയ്യാൻ എന്താ വെച്ചാൽ ഈ 4 ഓപ്ഷൻസിൽ 4 കൊണ്ട് തുടങ്ങുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. 42. ഇതാണ് ഇതിന്റെ ഉത്തരം. 42. നിങ്ങൾ 42 കുറിക്കണം 42 കണ്ടോക്ക് 1764 കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇതൊന്നും അതിന്റെ ഉത്തരമല്ല. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അതിന്റെ സങ്കലന ക്രിയ, അവയുടെ തുക കാണാനുള്ള ചോദ്യമാണ്. 3/5 പ്ലസ് 1/3 പ്ലസ് 1/15. നമ്മൾ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്ന ചോദ്യമാണ്. പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും അല്ലേ? വലിയ. പക്ഷെ നോക്കൂ, വളരെ എളുപ്പത്തിൽ ഈ കണക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ചോദ്യം എഴുതാം. 3/5 പ്ലസ് 1/3 പ്ലസ് 1/15. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട്. എന്നാ ഉത്തരായി. ഇവിടെ 5ഉം 3ഉം 15ഉം ആണ് ഛേദമായി വന്നിട്ടുള്ളത് അല്ലേ? ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്കറിയാലോ എന്താ, ഒരേ ഛേദമായിരിക്കണം. എന്നാൽ എളുപ്പത്തിൽ അംശങ്ങൾ കൂട്ടി എടുക്കാം. പക്ഷെ ഇവിടെ 5ആണ്, ഇവിടെ 3ആണ്, ഇവിടെ 15ആണ്. വ്യത്യാസമുണ്ട്, 3 വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ കൂട്ടാന്നറിയോ? ആദ്യം ഇതവിടെ വെക്കുക, തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും കൂട്ടുക, ഇതും ഇതും. ഇത് കൂട്ടി കിട്ടിയതിന്റെ കൂടെ ഇത് കൂട്ടിയാൽ മതി. അതാണ് സിമ്പിൾ. അത് അറിയിക്കണേ, എപ്പോഴും ഓർമ്മ വേണം. ഇതെങ്ങനെ കൂട്ടാന്ന് അറിയാലോ അല്ലേ? എന്താ, ഇത് തമ്മിൽ ആദ്യം ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. അതാണ് അതിന്റെ വഴി. ഇത് തമ്മിൽ ഗുണിച്ചാൽ എത്ര വരും? അതായത് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചാൽ എത്ര വരും? 9 പ്ലസ്, ഇനി ഈ അംശത്തെ ഈ ഛേദം കൊണ്ട് ഗുണിക്കണം അല്ലെ? 5 ഗുണിക്കണം 1 എത്രയാ? 5 ബൈ ഇത് തമ്മിൽ ഗുണിച്ചാൽ 15. അപ്പൊ എത്ര വന്ന്? 14/15. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇനി എന്താ ബാക്കിയുള്ളത്? 1/15. ഇനി സിമ്പിൾ അല്ലേ? എന്താ സിമ്പിള്? ഒരേ ഛേദം കിട്ടി. ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ അല്ലേ? 14 ഒന്നുകൂടെ കൂട്ടി എത്രയാ? 15/15. 15/15 എത്രയാ? പെട്ടെന്ന് പറയും. 1. ഓപ്ഷൻ ബി. അപ്പൊ ഈ ഭാഗത്തിലെ 5 ചോദ്യങ്ങൾ, അടുത്ത പാർട്ടിൽ അടുത്ത 5 ചോദ്യങ്ങൾ, അങ്ങനെ 4 പാർട്ടായിട്ടാണ്. ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഓക്കെ.